ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഉപ്മാവാണ്. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഇത്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. രാവിലെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയ ശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. രാവിലത്തെ ചോറാണ് വെച്ചത്. കുട്ടികൾക്ക് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ചോറ് വെച്ച് നാരങ്ങ ചോറ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ ബ്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുക പറഞ്ഞാൽ അങ്ങനെ പിച്ചെടുക്കാം, അല്ലെങ്കിൽ പൊടിയായിട്ട് നമുക്ക് എടുക്കാം. ഞാനിത് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ഇതങ്ങനെ പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെക്കാം. ഇത് മാറ്റിയ ശേഷം ഞാനൊരു ചട്ടി വെക്കുന്നുണ്ട്. ഗ്യാസ് കത്തിക്കാം. കത്തിച്ച് അതൊന്ന് ചൂടാവട്ടെ. കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരു സംഭവം നടന്നത് കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്താ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ മരിച്ച കാരണം ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചു. അസുഖം ഉണ്ടായിരുന്നു, മരിച്ചു. അപ്പോൾ ഇന്നേക്ക് എത്ര ദിവസം, 10-20 ദിവസമായി. അപ്പം നമ്മൾ അവിടെ ആയിരുന്നു. ആ കാരണം വീഡിയോസ് ഒന്നും ഇട്ടില്ല. അപ്പോൾ നമ്മൾ രാമേശ്വരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രാമേശ്വരത്ത് നല്ലൊരു മഴ, എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ആ കാരണം വിഷമം കാരണം ഒന്നും ഇട്ടില്ല വീഡിയോസ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ കുട്ടികളൊക്കെ അയച്ച ശേഷം ഞാൻ ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യിലാകുമ്പോൾ ബ്രെഡ് വറക്കുമ്പോൾ നല്ല മണം ഉണ്ടാകും, നല്ല ടേസ്റ്റും കൊടുക്കും. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഞാൻ നിങ്ങൾക്ക് എത്ര ബ്രെഡ് എടുക്കണമെന്ന് വെച്ചാൽ അതേമാതിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇടുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്ക് കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് ഇതാ പൊട്ടുന്നുണ്ട്. 1 സ്പൂണ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മുറുകട്ടെ. എൻ്റെ കൂടെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓമോ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറകട്ടെ. അപ്പോൾ രാമേശ്വരം പോയ കാരണം മഴയത്ത് അവിടെയൊക്കെ കുളിച്ചത് കാരണം തൊണ്ടവേദന. ഇത് നന്നായിട്ട് വറന്നിട്ടുണ്ട്. ചെറിയൊരു ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കാം. നല്ലതുപോലെ കരിഞ്ഞ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വറുത്താൽ മാത്രം മതി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാണ്, വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ സൗണ്ട് നന്നല്ല. എൻ്റെ സൗണ്ട് ഞാനല്ലേ പറയാൻ പറ്റുള്ളൂ. സൗണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ. സൗണ്ട് ശരിയല്ല. അങ്ങനെയൊക്കെ ഓരോരുത്തർ ഒരേ ആൾ തന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സൗണ്ടിലല്ലേ പറ്റുള്ളൂ, എനിക്ക് സൗണ്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കുട്ടികളല്ല നിങ്ങളൊക്കെ, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ സൗണ്ടിൽ തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ആളെ ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ സംസാരിക്കുക പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുക, അതൊന്നും പറയരുത്. ഇഷ്ടമുള്ളവർ കാണുക. എൻ്റെ ശബ്ദം മാറ്റാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഉള്ളി നന്നായിട്ടൊന്ന് വറന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
ചിലവർക്ക് നല്ലൊരു സൗണ്ട് ഉണ്ടാവും, നല്ല വോയിസ് നന്നായിരിക്കും. ചിലവർക്ക് അതുണ്ടാവില്ല. അപ്പം അതിനെന്താ ചെയ്യുക, ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബ്രെഡിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വറന്ന് ഉണ്ടാകണ്ട, ആ പച്ച അങ്ങനെ വേണം. ആവശ്യമുള്ള ബ്രെഡിൽ ഉപ്പുണ്ടാകും, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കുക, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പെരുങ്കായപ്പൊടി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ ഒരു സ്പൂണ് സാമ്പാർ പൊടി ഇടുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. ഇനി കുറച്ച് എരിവ് വേണം വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എരിവ് നിങ്ങൾക്ക് എത്ര വേണം വെച്ചാൽ അത്ര മുളക് പൊടി ഇട്ട് കൊടുക്കാം. സൂപ്പറായിട്ടാകും, നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ബ്രെഡ് നല്ലത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പക്ഷേ ഇത് ഉള്ളിയും തക്കാളിയും ഒന്നും നല്ലോണം വറന്ന് വരാൻ പാടില്ല. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിക്കുക. പെട്ടെന്നൊന്നും എടുക്കണ്ട. ഒന്ന് ഒരു ക്രിസ്പി ആയാലേ നന്നായിട്ടുണ്ടാവുള്ളൂ ബ്രെഡ്. ഉപ്പുമാവ് ഉണ്ടാക്കുമാതിരി അങ്ങനെ കൊട്ടിയിട്ട് ഇളക്കിയെടുക്കരുത് കേട്ടോ. നല്ലതുപോലെ ഈ നെയ്യിൽ ഒന്ന് നല്ലത് മൊരിയട്ടെ. ഇതിൻ്റെ കൂടെ നമുക്ക് കട്ടൻ ചായ, ഏത് ചായ വേണമെങ്കിലും, കാപ്പി ആയാലും ശരി, ചായ ആയാലും ശരി, അതൊക്കെ നമുക്ക് നന്നായിട്ടുണ്ടാവും. കാണാൻ തന്നെ നന്നായിട്ടുണ്ടല്ലോ. സൂപ്പറായിട്ടുണ്ടാകും. കഴിച്ച് നോക്കിയാൽ ഇത് രണ്ടാൾക്ക് കഴിക്കാം. പെട്ടെന്ന് നമുക്ക് ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കാം, സിമ്പിളായിട്ട്. ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി ഒന്ന് മുറുക്കി വരുന്നവരെ നോക്കാം. കുറച്ചും കൂടെ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ചായ വെച്ചിട്ടുണ്ട്. നല്ലത് മുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ബ്രെഡ് എങ്ങനെയും ചെയ്യാം, സോസൊക്കെ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ സോസൊന്നും ഉപയോഗിക്കുന്നില്ല, ഉള്ളിയും തക്കാളിയും മാത്രം മതി. റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയ ശേഷം നമുക്ക് ഒരു പീസ് നാരങ്ങ കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് നാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നല്ല രുചിയോട് കൂടിയിട്ടുള്ള ബ്രെഡ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. അപ്പോൾ ഞാൻ കഴിക്കാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോസ് ഇട്ടുവെന്ന് മാത്രം. എല്ലാവർക്കും ബ്രെഡ് ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരെ. നാരങ്ങയൊക്കെ ഒഴിച്ചു ഉണ്ട്. നല്ല കലകലന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാനൊന്നും ഇടാൻ പറ്റാത്ത സാഹചര്യം. ഓ ഇതാ റെഡി ആയിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം.
പ്ലേറ്റിലേക്ക് ആക്കണുണ്ട് കേട്ടോ. അടിപൊളിയായി, സൂപ്പറായി. ഇത് രണ്ടാൾ കഴിക്കും. നന്നായിട്ടില്ലേ? നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിലാ. കട്ടൻ ചായ ഇല്ല, ചായ, ഇഞ്ചി ചായ. റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി ചായയും ബ്രെഡ് ഉപ്മാവും സൂപ്പറായിട്ടുണ്ട്. ഞാനിത് കഴിക്കട്ടെ. ആ നെയ്യിൻ്റെ മണം, എരിവ്, ഉപ്പ്, പുളിപ്പ് എല്ലാം ഉണ്ട്. ചായ, ഇഞ്ചി ചായ അടിപൊളിയായി. അപ്പം ഞാനിത് കഴിക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.